ഇമാജിൻ ഒരു ദിവസം നിങ്ങൾ രാവിലെ എണീക്കുകയാണ്. നിങ്ങൾ രാജാവാകാൻ പോവാണ്. ഏറ്റവും പവർഫുൾ രാജ്യത്തെ ഒരു രാജാവാണ്. ഫുൾ സിറ്റി ഭയങ്കര ആഘോഷത്തിൻ്റെ ഒരു മൂഡിലാണ്. നിങ്ങളുടെ പേരൻസ്, നിങ്ങളുടെ ഫാമിലി ഭയങ്കര പ്രൗഡാണ്. നിങ്ങളുടെ ഫ്രണ്ട്സ് ഭയങ്കര ഹാപ്പിയാണ്. നിങ്ങളും ഭയങ്കര ഹാപ്പിയാണ്. നിങ്ങൾ ആഗ്രഹിച്ചത് കിട്ടും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ്. പക്ഷേ പെട്ടെന്ന് കുറച്ച് മണിക്കൂറുകളുടെ ഇടയിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ മാറുക. നിങ്ങൾ ഉദ്ദേശിച്ചതൊന്നും കിട്ടുന്നില്ല. ആ പട്ടാഭിഷേകം നടക്കുന്നില്ല. നിങ്ങളുടെ രാജ്യം നിങ്ങൾക്ക് കിട്ടില്ല. താമസിക്കുന്ന വീട് പോലും നിങ്ങൾക്ക് ഇല്ലാണ്ടാവുകയാണ് ചെയ്യുന്നത്. അതുമാത്രമല്ല, നിങ്ങളോട് വീട് വിട്ട് വനവാസം ചെയ്യാൻ പറയുകയാണ് ചെയ്യുന്നത്. അതും 1-2 ദിവസമല്ല, 14 വർഷം. അപ്പം ശരിക്കും ഞാനും നിങ്ങളൊക്കെ ആയിരുന്നെങ്കിൽ ഇത് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര ദേഷ്യം വന്ന് ഒരുപാട് ആർഗ്യൂ ചെയ്ത് ഇത് ഇവിടുത്തെ ന്യായമാണെന്നൊക്കെ നമ്മൾ കുറേ ഫൈറ്റ് ചെയ്താണ്. പക്ഷേ ശ്രീരാമൻ അതൊന്നും ചെയ്തില്ല. ശ്രീരാമൻ ഇത് കേട്ട ഉടനെ അത് ആക്സെപ്റ്റ് ചെയ്ത് അത് ഫോളോ ചെയ്യാൻ പോവുകയാണ് ചെയ്യുന്നത്. അപ്പം അത് ആക്സെപ്റ്റ് ചെയ്യാനുള്ള കാരണം ശ്രീരാമൻ ഭയങ്കര വീക്കായ കാരണമായിരുന്നു, അതോ എന്തെങ്കിലും പേടിയോ എന്തെങ്കിലും ഒരു ഇതുണ്ടായിരുന്നു? ഇന്നത്തെ വീഡിയോ ശരിക്കും ശ്രീരാമൻ എന്തുകൊണ്ടാണ് ഈ വിഷമങ്ങളും ഈ വനവാസം ഇത്രയും കഠിനമാവും എന്നറിഞ്ഞിട്ടും ആക്സെപ്റ്റ് ചെയ്തത്, ഒരു രീതിയിലെ ഒരു ഡിസ്കംഫോർട്ടും അറിയിക്കാണ്ട് ആക്സെപ്റ്റ് ചെയ്തത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിദ്യ. ഞാൻ ബൈ പ്രൊഫഷൻ ഒരു സൊല്യൂഷൻസ് ആർക്കിടെക്റ്റ് ആണ്. ഹിന്ദു ഫിലോസഫിയിൽ ഒരുപാട് ഹിഡൻ ആയിട്ടുള്ള കാര്യങ്ങൾ, നല്ല നല്ല കാര്യങ്ങൾ, നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ പഠിച്ച് മനസ്സിലാക്കി ഇവിടെ വന്ന് ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അയോധ്യ ഭയങ്കരമായിട്ട് കാത്തിരുന്നൊരു ദിവസമായിരുന്നു. ദശരഥൻ്റെ ഏറ്റവും മൂത്ത മോനെ രാജാവാക്കാനുള്ള സമയമായി, പട്ടാഭിഷേകം നടത്താനുള്ള സമയമായി. അപ്പം ശ്രീരാമനെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ബിക്കോസ് ശ്രീരാമനെ എല്ലാവരും ഭയങ്കര റെസ്പെക്റ്റ്ഫുള്ളിയാണ് ട്രീറ്റ് ചെയ്യാറ്. ഭയങ്കര ജസ്റ്റ് ആയിരുന്നു, ഒട്ടും ബയസായിരുന്നില്ല, ഫെയർ കമ്പാരിസൺ ആയിരുന്നു. അതൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം അങ്ങനത്തെ ഒരു രാജാവ് വേണമെന്നായിരുന്നു അയോധ്യയിലെ ആഗ്രഹം. അതുകൊണ്ട് തന്നെ അവിടുത്തെ ആൾക്കാർ ഭയങ്കര സെലിബ്രേഷൻ മൂഡിലായിരുന്നു. ഫുൾ അയോധ്യ ഡെക്കറേറ്റ് ചെയ്ത് ബ്യൂട്ടിഫുള്ളാക്കി വെച്ചേക്കുമായിരുന്നു. പക്ഷേ പട്ടാഭിഷേകം നടത്തുന്നതിനേക്കാളും മുന്നേ ഉള്ള ഒരു രാത്രി കുറേ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത കാര്യങ്ങൾ സംഭവിച്ചു. ദശരഥൻ്റെ ഭാര്യ കൈകേയിക്ക് 2 വരം കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ വരം എപ്പോൾ വേണമെങ്കിലും ചോദിക്കാം എന്നുള്ളൊരു ഫ്രീഡം ഉണ്ടായിരുന്നു. അപ്പം കൈകേയിക്ക് തൻ്റെ മോൻ രാജാവാവില്ല, ഇല്ലെങ്കിൽ അവനത്രയും വാല്യൂ കിട്ടില്ല എന്ന് തോന്നിയ സമയത്താണ് കൈകേയി ആ വരങ്ങൾ യൂസ് ചെയ്യാം എന്ന് വിചാരിച്ചത്. അപ്പം അതിലേറ്റവും ആദ്യത്തെ വരം കൈകേയി ചോദിച്ചത് ഈ ഒരു രാത്രിയായിരുന്നു. ചോദിച്ച വരം മറ്റൊന്നുമല്ല, ശ്രീരാമനെ അല്ല രാജാവാക്കേണ്ടത്, എൻ്റെ മോൻ ഭരതനെയാണ് രാജാവാക്കേണ്ടതെന്ന്. ഇത് കേട്ട ഉടനെ ദശരഥന് ഭയങ്കര വിഷമമായി. ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു കാര്യമാണ്. ബിക്കോസ് അടുത്ത ദിവസം ശ്രീരാമനെയാണ് രാജാവാക്കാൻ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ വരം കൈകേയി ചോദിച്ചത്, ശ്രീരാമൻ 14 വർഷത്തേക്ക് കാട്ടിപ്പോയി താമസിക്കണം, ഇങ്ങോട്ട് വരരുത്, രാജ്യത്ത് നിൽക്കരുത്. ബിക്കോസ് അഗൈൻ കൈകേയിക്ക് പേടിയായിരുന്നു, ശ്രീരാമൻ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെയും ഭരതന് ഒരു നെഗറ്റീവ് കാര്യമായിരിക്കും. ബിക്കോസ് ഈ അയോധ്യയിലെ ശ്രീരാമന് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് കൈകേയിക്കും അറിയാം, ഭരതനേക്കാട്ടും ഇഷ്ടമാണെന്നറിയാം. ഈ കാര്യം കേട്ടപ്പം ദശരഥന് ഭയങ്കര വിഷമമായി. ദശരഥന് രാമന് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ ഒരു രാജാവിൻ്റെ വാക്ക് അതൊരിക്കലും തിരിച്ചെടുക്കാൻ പറ്റില്ല. അത് അത്രയും പഴയ ഒരു കാലമാണ്. ആ സമയത്ത് രാജാവിൻ്റെ വാക്ക് മാത്രമല്ല, ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞ വാക്കാണ്, അത് തിരിച്ചെടുക്കാൻ പറ്റില്ല. ഇത് രാമൻ കേട്ടു, ശ്രീരാമൻ ഇത് കേട്ടു. ശ്രീരാമൻ ഒന്നും ആർഗ്യൂ ചെയ്തില്ല, ഒന്നും ചോദിക്കാൻ പോലും നിന്നില്ല. ശ്രീരാമൻ അച്ഛൻ്റെ മുമ്പിൽ തല കുനിച്ച് എഗ്രി ചെയ്തു, പോവാം, നാളെ തന്നെ ഇറങ്ങാം എന്നുള്ള ഒരു പ്രോമിസും കൊടുത്തു. ശരിക്കും ഈ കാര്യം കേട്ടപ്പം ശ്രീരാമൻ്റെ അനുജനായ ലക്ഷ്മണന് പോലും ഭയങ്കര ദേഷ്യം വന്നു. അത് ഫെയർ അല്ല എന്ന് മനസ്സിലായി. പക്ഷേ എന്നിട്ട് പോലും ശ്രീരാമൻ ഒരു വാക്ക് പോലും ഇടിയില്ല. ഈ കാര്യം അറിഞ്ഞ ഉടനെ അയോധ്യയിലെ ആൾക്കാർക്ക് ഭയങ്കര ദേഷ്യവും വിഷമമൊക്കെ വന്നു. പക്ഷേ എല്ലാവരെയും ഒരു സമാധാനപ്പെടുത്തിയിട്ട് ശ്രീരാമൻ കാട്ടിലേക്ക് യാത്രയായി. ശരിക്കും ഈ കഥ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആ ഒരു കാലത്തെ പൊളിറ്റിക്സ്, ഇല്ലെങ്കിൽ ആ ഒരു കാലത്തെ റൂളർ
അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കണം. അപ്പം അന്നൊക്കെ രാജാവ് പറയുന്ന വാക്കായിരുന്നു ലാസ്റ്റ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ചോദ്യങ്ങളോ പറച്ചിലോ ഒന്നുമില്ല. അപ്പം ഈ ഒരു സിറ്റുവേഷനിൽ ശ്രീരാമൻ നോക്കിയത് അന്ന് ദശരഥൻ പറഞ്ഞ വാക്ക് തെറ്റിച്ചു കഴിഞ്ഞാൽ ആ രാജ്യത്തിൽ ആ രാജാവിനെ ആരും വിശ്വസിക്കില്ല. അത് കഴിഞ്ഞിട്ട് വരാൻ പോകുന്ന ഏത് രാജാവാണെങ്കിലും അവരുടെ വാക്കിന് വിലയുണ്ടാവില്ല. അപ്പോൾ അപ്പോഴത്തെ കാലത്തൊക്കെ ആ ഒരു ഡിസിപ്ലിനും ആ ഒരു ട്രൂത്ത് അതായിരുന്നു ഒരാളുടെ ഐഡൻറ്റിറ്റി. അല്ലാണ്ട് എന്താണ് ശരി എന്താണ് തെറ്റ് എന്നുള്ള ഒരു തർക്കമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരാൾ പറഞ്ഞതായിരുന്നു ലാസ്റ്റ് ട്രൂത്ത്. അതുകൊണ്ട് തന്നെ ശ്രീരാമൻ അത് അങ്ങനെ തന്നെ ഫോളോ ചെയ്തു. അപ്പം അന്ന് ശ്രീരാമന് സ്വന്തം പൊസിഷൻ അല്ലെങ്കിൽ സ്വന്തം രാജ്യം ആ രാജ്യത്തെ ഭരിക്കാനുള്ള ഒരു പൊസിഷൻ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനെക്കാട്ടും കൂടുതൽ ആ രാജ്യത്തെ ധർമ്മം ആ ട്രൂത്ത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതായിരുന്നു ഏറ്റവും വലിയ റെസ്പോൺസിബിലിറ്റി. അതുകൊണ്ട് തന്നെ രാമായണത്തിൽ രാമനെ ഒരു പ്രിൻസ് അല്ലെങ്കിൽ ഒരു രാജാവായിട്ടല്ല കാണിക്കുന്നത്. ശരിക്കൊരു ഐഡിയൽ ഹ്യൂമൻ, ഐഡിയൽ മനുഷ്യൻ. ചില സമയത്ത് ആ ഒരു മനുഷ്യന് ഒരു കാര്യം ഭയങ്കര പെയിൻഫുൾ ആണെന്ന് അറിഞ്ഞിട്ട് പോലും ചെയ്യേണ്ടി വരും ചില സമയത്ത് നമുക്ക്, അല്ലേ? അപ്പം അങ്ങനെ തന്നെ ഒരു ഐഡിയൽ ഹ്യൂമനായിട്ടാണ് രാമനെ കാണിക്കുന്നത്. ഇന്നത്തെ കാലത്ത് പോലും നമുക്ക് ഒരുപാട് സിറ്റുവേഷൻസ് ഇങ്ങനെ വന്നിട്ടുണ്ടാവും. നമുക്ക് തോന്നും നമ്മൾ അർഹിക്കുന്നതൊക്കെ നമുക്ക് കിട്ടണമെന്ന്. ഇപ്പം നമ്മൾ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്, വി ഡിസേർവ് ഒരു പ്രൊമോഷൻ. ഇല്ലെങ്കിൽ ഞാൻ ഭയങ്കര ലോയലായിരുന്നു, അപ്പം എന്നെ ഫെയർലി ട്രീറ്റ് ചെയ്യണം. ഇല്ലെങ്കിൽ ഞാൻ എല്ലാ റൂൾസും ഫോളോ ചെയ്തതാണ്, അപ്പം എനിക്കായിരിക്കും റിവാർഡ് കിട്ടേണ്ടേ എന്നൊക്കെ. പക്ഷേ ലൈഫ് ഡസൻ വർക്ക് ദാറ്റ് വേ. നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ ഫുൾ ഫ്രീഡം ഉണ്ട്. നമ്മുടെ ആക്ഷൻസ് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ നമുക്ക് തിരിച്ചു കിട്ടുന്നത് ആ ഒരു പൊസിഷൻ, ആ ഒരു എൻടൈറ്റിൽമെൻറ്റ്, അതിൽ നമുക്ക് കൺട്രോൾ ഇല്ല. അതാണ് ശ്രീരാമൻ ഈ ഒരു കാര്യത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നത്. ശരിക്കും ശ്രീരാമൻ്റെ ശരിക്കുള്ള ഐഡൻറ്റിറ്റി ആ പട്ടാഭിഷേകമോ ഇല്ലെങ്കിൽ ആ രാജാവ് ആവുന്ന ഒരു കാര്യമായിരുന്നില്ല. ശരിക്കും ശ്രീരാമൻ്റെ ആ ക്യാരക്ടറിസ്റ്റിക് ആയിരുന്നു ട്രൂ ഐഡൻറ്റിറ്റി. അപ്പം ആ ഒരു ഐഡൻറ്റിറ്റി എന്ത് സർക്കംസ്റ്റാൻസസ് വന്നാലും എന്ത് സിറ്റുവേഷൻ വന്നാലും നമ്മുടെ ശരിക്കുള്ള ഐഡൻറ്റിറ്റി ആർക്കും നമ്മളെ കൊണ്ട് എന്താ പറയുക പറിച്ചെടുക്കാൻ പറ്റില്ല, അല്ലേ? ഇതിൽ സൈക്കോളജിയിൽ ഒരു കോൺസെപ്റ്റ് ഉണ്ട്, അക്സെപ്റ്റൻസ് ആൻഡ് സൈക്കോളജിക്കൽ ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞിട്ട്. അപ്പം റീസേർച്ച് പ്രകാരം ഒരു കാര്യത്തിനെ ആക്സെപ്റ്റ് ചെയ്തിട്ട് അതിന് റിയാക്ട് ചെയ്യാണ്ടിരിക്കുന്ന ആൾക്കാരാണ് വേ മോർ ഹാപ്പിയർ ദാൻ പീപ്പിൾ ഹു ആർ നോട്ട് റെഡി ടു ആക്സെപ്റ്റ് തിങ്സ്. ഇപ്പം നമ്മളൊരു കാര്യം തെറ്റാണ് എന്ന് നമുക്ക് മനസ്സിലായി നമ്മൾ ആക്സെപ്റ്റ് ചെയ്തിട്ട് അതിന് റിയാക്ട് ചെയ്യാണ്ടിരിക്കുന്നതിൽ നമുക്ക് ഒരു ലെസ് പ്രഷറാണ്. ഇപ്പം നമ്മളൊരു കാര്യം തെറ്റാണെന്ന് മനസ്സിലായിട്ട് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാണ്ടിരിക്കുവാണെങ്കിലോ നമ്മളെപ്പോഴും അതിന് വേണ്ടി ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും, അതിനു വേണ്ടി നമ്മളെപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കും, നമുക്ക് എപ്പോഴും അതിനു വേണ്ടി ഒരു സ്ട്രെസ്സായിരിക്കും. അപ്പം ഒരു എന്ത് വേണമെങ്കിലും ആവാം. ഇപ്പം നമുക്ക് കിട്ടാണ്ട് പോയ ഒരു പ്രൊമോഷൻ ആവാം, നമ്മുടെ ഒരു കരിയർ ഫെയിലിയർ ആവാം, ഇല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് ആവാം, ഒരു റിലേഷൻഷിപ്പ് ഫെയിലിയർ ആവാം, എന്ത് വേണമെങ്കിലും ആവാം. അതിനെ നമ്മൾ മനസ്സിലാക്കാണ്ട് അതിന് വേണ്ടി തന്നെ നമ്മളെപ്പോഴും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണെങ്കിൽ നമ്മളെപ്പോഴും ഭയങ്കര സാഡ്, ഭയങ്കര ഡിപ്രസ്ഡ്, ഭയങ്കര ആംഗ്രി, അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷേ ആ ഒരു കാര്യം വർക്കൗട്ട് ആയില്ല എന്ന് മനസ്സിലാക്കി നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് എന്താണ് എന്നുള്ള ഒരു ഫോക്കസ് ചെയ്യാൻ പറ്റും. ശ്രീരാമൻ നമ്മളെ പഠിപ്പിക്കുന്ന 3 കാര്യങ്ങളാണ്. ആദ്യത്തെ കാര്യങ്ങൾ, നമ്മുടെ ജോലിയോ നമ്മുടെ സ്റ്റാറ്റസോ നമ്മുടെ പൊസിഷനോ അല്ല നമ്മുടെ ഐഡൻറ്റിറ്റി. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. രണ്ടാമത്തെ കാര്യമാണ് ഫോക്കസ് ഓൺ വാട്ട് യു ക്യാൻ കൺട്രോൾ. അതായത് നമുക്കൊരു കാര്യത്തിൻ്റെ ഔട്ട്കം, ഫൈനൽ റിസൾട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ആ കാര്യത്തിന് ആവശ്യമുള്ള എഫേർട്ട്, ആ കാര്യത്തിന് ആവശ്യമുള്ള ആക്ഷൻ, അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ മൂന്നാമത്തെ കാര്യമാണ് പ്രൊട്ടക്റ്റ് യുവർ പ്രിൻസിപ്പിൾസ്. അതായത് നമുക്ക് വിശ്വാസമുള്ള കുറച്ച് കാര്യങ്ങളുണ്ടാവും. ഫോർ എക്സാമ്പിൾ, നമ്മൾ ആരെയും വിഷമിപ്പിക്കില്ല, ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണ് എന്ന് നമുക്കറിയാം. അപ്പം ചില സമയത്ത് ശരിയായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ വിഷമങ്ങളോ അല്ലെങ്കിൽ സാക്രിഫൈസസ് ഉണ്ടാവും. അപ്പം നമ്മുടെ കോർ വാല്യൂസ്, നമ്മുടെ കോർ പ്രിൻസിപ്പിൾസ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക, അത് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നോക്കുക. അല്ലാണ്ട് പെട്ടെന്നൊരു സിറ്റുവേഷൻ വരുമ്പോൾ അതൊക്കെ മറന്ന് നമ്മൾ റിയാക്ട് ചെയ്യാണ്ടിരിക്കുക. പിന്നെ ശ്രീരാമൻ്റെ ഇങ്ങനത്തെ ഒരു വനവാസം ഉണ്ടായത് നമുക്കൊക്കെ ഒരു ലെസനാണ്. ഇപ്പം എല്ലാം നന്നായിട്ട് പോകുന്ന സമയത്ത് ഒരാളുടെ റിയാക്ഷൻ അല്ല അയാളുടെ ശരിക്കുള്ള ക്യാരക്ടർ കാണിക്കുന്നത്.
പക്ഷേ എന്തെങ്കിലും ഒരു ബാഡ് സിറ്റുവേഷൻ വരുമ്പം അയാൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്നതാണ് അയാളുടെ ട്രൂ ഐഡൻറ്റിറ്റി. അപ്പം നമുക്കൊക്കെ ഒരു സമയത്ത് ഒരു ലോസ് ആണ്, ഇല്ലെങ്കിൽ ഒരു ബാഡ് സിറ്റുവേഷൻ ആണ് എന്ന് തോന്നുന്ന കാര്യം ഇൻ ഫ്യൂച്ചർ നമുക്ക് പ്രോഫിറ്റ് അല്ലെങ്കിൽ നമുക്കൊരു പ്രോഗ്രസ് ആയിട്ട് മാറാം. അപ്പം ആ ഒരു വിശ്വാസം നമ്മളെപ്പോഴും വയ്ക്കാം. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ചെയ്യാനുള്ള മെയിൻ റീസൺ ഇപ്പം നമ്മൾ കർക്കിടക മാസമാണല്ലോ, അപ്പം എല്ലാവരും രാമായണം വായിക്കുന്നൊരു സമയമാണ്. അപ്പം ഇൻസ്റ്റെഡ് ഓഫ് രാമായണത്തിൻ്റെ കഥ അത് മിക്കവാറും എല്ലാവർക്കും അറിയാം. പക്ഷേ രാമായണത്തിൻ്റെ ഒരേ കഥകളിൽ നമുക്ക് കുറച്ചുകൂടി ഡീപ്പായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട്. അവർ നമ്മളെ പഠിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം അതിനെപ്പറ്റി കുറച്ച് വീഡിയോസ് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ വരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു. ബൈ.